സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എടുത്തിട്ട് അതിൻ്റെ മാക്സിമൽ ഐഡിയൽ കാണുമ്പോൾ അതിൻ്റെ ഫോം പി സെഡ് ആണെന്ന് നമുക്ക് കാണിക്കേണ്ടത്. ഇതിനെന്താ ചെയ്യുന്നതെന്ന് അറിയാം. ആകെ 2 സ്റ്റെപ്പുള്ളൂ. നമ്മൾ പി സെഡ് അല്ലാതെ ഒരു നോർമലായിട്ട് ഒരു എൻ സെഡ് ആണ് മാക്സിമൽ എന്ന് വിചാരിക്കുന്നു. എൻ സെഡ് ആണ് മാക്സിമൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എം മാക്സിമൽ ആണെങ്കിൽ ആർ ബൈ എം ഫീൽഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ സെഡ് മാക്സിമൽ ആണെങ്കിൽ സെഡ് ബൈ എൻ സെഡ് എന്തായിരിക്കും? ഫീൽഡ് ആയിരിക്കും. ഇവിടെ ആറിന് പകരം സെഡ് എന്തുകൊണ്ടാവുന്നത്? നമ്മളിവിടെ എടുക്കുന്ന റിംഗ് എന്ന് പറയുന്നത് സെഡ് ആണ്. അപ്പോൾ സെഡ് ബൈ എൻ സെഡ് ഫീൽഡ് ആണെന്ന് കിട്ടി. സെഡ് ബൈ എൻ സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയോ? സെഡ് ബൈ എൻ സെഡിനെ സെഡ് എൻ എന്ന് എഴുതാം. അപ്പോൾ സെഡ് എൻ ഫീൽഡാണെന്ന് കിട്ടി. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ Z1 Z2 Z3 Z4 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സെഡ് പികൾ മാത്രമേ ഫീൽഡ് ആവുള്ളൂ. ഇപ്പോൾ Z2 ഫീൽഡാണ്, Z3 ഫീൽഡാണ്, Z5 ഫീൽഡാണ്, Z7 ഫീൽഡാണ്. പക്ഷേ Z4 Z8 Z6 ഇതൊന്നും ഫീൽഡല്ല. അങ്ങനെ സെഡ് പികൾ മാത്രമേ ഫീൽഡ് ആവുള്ളൂ എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഈ എൻ എന്തായിരിക്കണം? പി ആയിരിക്കണം. എൻ എന്തായിരിക്കണം? പി ആയിരിക്കണം. ഇവിടെ എൻ എന്തായിരിക്കണം? പി ആയിരിക്കണം. അപ്പോൾ പി സെഡ് ആ മാക്സിമൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെഡിൽ ഏതൊരു മാക്സിമൽ ഐഡിയൽ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഫോം പി സെഡ് ആണെന്ന് കിട്ടി.